ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അരുണിമ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് 2 മാർക്ക് ക്വസ്റ്റ്യൻസുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലേ, തിങ്കളും താരകങ്ങളും, അതായത് മൂൺ ആൻഡ് സ്റ്റാർസ്. അപ്പൊ മൂണിനെ കുറിച്ചും സ്റ്റാർസിനെ കുറിച്ചുമുള്ള നിരവധി ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുണ്ട്. അപ്പൊ അതിലൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ടൈപ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലെ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ നോക്കിക്കോ. വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ? എന്താ ഈ വൃദ്ധിക്ഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം അല്ലെ, നമ്മൾ എപ്പോഴും അമ്പിളിയമ്മാവിനെ ഒരേപോലെയാണോ കാണുന്നത്? അല്ല അല്ലെ. ചില ദിവസം നല്ല പാപ്പടം പോലെ നല്ല രസമായിട്ട് കാണും അല്ലെ, ചില ദിവസം നമ്മൾ കാണേയില്ല, ചില ദിവസം അല്ലെ ഇങ്ങനെ പകുതിയായിട്ട് കാണാം അല്ലെ, മുറിച്ചപ്പം പോലെ കാണാം അല്ലെ. ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചന്ദ്രനെ കാണാറുണ്ട്. അപ്പൊ ചന്ദ്രൻ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്? അതിന്റെ രൂപത്തിൽ അല്ലെ, നമ്മൾ കാണുന്ന രൂപത്തിൽ മാറ്റം വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിന് പിന്നിലുള്ള യഥാർത്ഥ റീസൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിക്കേ, വാട്ട് ഈസ് ദ റീസൺ ഫോർ വാക്സിങ് ആൻഡ് വാനിങ് ഓഫ് ദ മൂൺ? ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇതിന്റെ ഉത്തരവുണ്ട്, നമുക്കൊന്ന് നോക്കാം അല്ലെ. നോക്കിക്കേ നിങ്ങള്, പരിക്രമണ പാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ നമ്മൾ കാണുന്നതിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ വൃദ്ധിക്ഷയം എന്നാണല്ലോ പേര്. അപ്പൊ വൃദ്ധി എന്നാലും ക്ഷയം എന്ന് പറഞ്ഞാലും എന്താണ്? 2 വാക്കുകളാണ് അല്ലെ. അപ്പൊ ഇത് കൂടി ചേർന്നിട്ടാണ്, അതായത് നമ്മൾ കുറഞ്ഞു പോകുന്നതും കാണുന്നുണ്ട്, ചന്ദ്രന്റെ വലിപ്പം അല്ലെ കൂടി വരുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഓരോന്നും അല്ലെ, ഈ വൃദ്ധിക്ഷയം എന്നുള്ളതിലെ വൃദ്ധി എന്താണ്, ക്ഷയം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. നോക്കണേ നിങ്ങള്, അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതാണ് വൃദ്ധി. അമാവാസി എന്ന് പറഞ്ഞാൽ എന്താണ് അമാവാസി എന്ന് പറഞ്ഞാൽ? നമുക്ക് ചന്ദ്രനെ ഒട്ടും കാണാത്ത ദിവസങ്ങൾ അല്ലെ. പൗർണമി എന്ന് പറഞ്ഞാലോ, പൗർണമി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ചന്ദ്രനെ നല്ല അടിപൊളിയായിട്ടല്ലേ ഏറ്റവും വലുപ്പത്തിൽ കാണുന്ന ദിവസമാണ് പൗർണമി എന്ന് പറയുന്നത് അല്ലെ. നല്ല നിലാവുള്ള ദിവസം നമ്മൾ പറയുന്നില്ലേ, അതാണ് പൗർണമി. പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നു. ഇതാണ് ക്ഷയം അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കേ, അഭിവൃദ്ധി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നല്ല പുരോഗമനം ഉണ്ടായില്ലേ, കുറേ പൈസ കിട്ടിയെന്നൊക്കെയല്ലേ അർത്ഥം. അപ്പൊ അതുപോലെ തന്നെ വൃദ്ധി എന്ന് പറയുമ്പോൾ എന്താണ്? ചന്ദ്രന്റെ വലിപ്പം ഇങ്ങനെ കൂടി വരുന്നത് അല്ലെ, നമുക്ക് കാണാൻ പറ്റുന്നതിന്റെ അളവ് കൂടി വരുന്നതിനെയാണ് നമ്മൾ വൃദ്ധി എന്ന് പറയുന്നത്. അതേസമയം കുറഞ്ഞു വരുന്നതിന് അല്ലെ, ക്ഷയിച്ചു പോവാൻ നമ്മൾ പറയില്ലേ, അതേപോലെ തന്നെ ഇങ്ങനെ കുറഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ ക്ഷയം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കിക്കോ നിങ്ങള്, ഫ്രം ദ ന്യൂ മൂൺ ഡേ ടു ദ ഫുൾ മൂൺ ഡേ ദ ലൈറ്റൻ പോർഷൻ ഓഫ് ദ മൂൺ ബിക്കം മോർ വിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അമാവാസി അല്ലെ, ദ ഡേ ഇൻ വിച്ച് അല്ലെ മൂൺ കനോട്ട് സീൻ ഫ്രം എർത്ത് അല്ലെ. നമുക്ക് എർത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മൂണിനെ കാണാൻ വേണ്ടി പറ്റില്ല. അതേസമയം ഫുൾ മൂൺ ആവുന്ന സമയത്ത് ഫുൾ മൂൺ ആണ് അല്ലെ, നല്ല വട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ എന്തായിരിക്കും? മാക്സിമം ലൈറ്റ് നമുക്ക് അന്നായിരിക്കും കിട്ടുക. അപ്പൊ നിങ്ങൾ എന്തോർത്ത് വെച്ചാൽ മതി, മാക്സിമം ലൈറ്റ് കിട്ടുന്നത് വരെയുള്ള അല്ലെ. അപ്പൊ ഇങ്ങനെ ഗ്രാജുവലി എന്ത് ചെയ്യാണ്, ലൈറ്റ് ഇങ്ങനെ കൂടി വരുവാണ് അല്ലെ. മൂണിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത് അല്ലെ, ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് എർത്ത് നിന്ന് നോക്കുന്ന സമയത്ത് കുറച്ച് കൂടി വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാക്സിങ്. എന്താണ്? വാക്സിങ് അല്ലെ. ഫ്രം ദ ഫുൾ മൂൺ ഡേ ടു ദ ന്യൂ മൂൺ ഡേ there is a decrease in the visibility of lighted area of the moon from the earth. This is called as വാനിങ്. അപ്പൊ നേരെ റിവേഴ്സ് ഉണ്ട് അല്ലെ. അതായത് ചില സമയങ്ങളിൽ മൂൺ എന്ത് ചെയ്യുന്നുണ്ട്, എർത്ത് നിന്ന് നോക്കുന്ന വിസിബിലിറ്റി കുറഞ്ഞു പോകുന്നുണ്ട് അല്ലെ, ഡിക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാനിങ് എന്ന് വിളിക്കുന്നത് അല്ലെ, വാനിങ് എന്ന് വിളിക്കുന്നത്. സോ വാനിങ്ങും വാക്സിനും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കാണാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ, ഓർത്ത് വെക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. ഇതാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ചന്ദ്രന്റെ ഒരു വശം മാത്രം കാണുന്നത്? ശരിയല്ലേ, നമ്മൾ എപ്പോഴും ചന്ദ്രന്റെ ഒരു സൈഡ് മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. വൈ വി ആർ ഓൺലി സീയിങ് one side of moon. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇതിന്റെ ഉത്തരവും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട്, നമുക്കൊന്ന് നോക്കാം അല്ലെ. നോക്കിക്കോ നിങ്ങളെ, ചന്ദ്രന്റെ 27 ദിവസം എടുത്താണല്ലോ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നത് അല്ലെ. അപ്പൊ ചന്ദ്രൻ എന്താണ്? 27 ദിവസം എടുത്തിട്ടാണ് നമ്മുടെ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒരു റെവല്യൂഷൻ എടുക്കുന്ന ടൈം എന്താണ്? 27 1/3. അത്
തന്നെയാണ് മക്കളെ ചന്ദ്രൻ അതിന്റെ സ്വന്തം റൊട്ടേഷനും യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ റൊട്ടേഷൻ ഭ്രമണത്തിനും എത്ര ദിവസം തന്നെയാ? 27 ദിവസം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രന്റെ ഭ്രമണവും പരിക്രമണവും നടക്കുന്നത് ഒരേ സമയത്തിലാണ് അല്ലെ. ആ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് എപ്പോഴും ചന്ദ്രന്റെ ഒരു മുഖം മാത്രം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മുഖം മാത്രമേ എപ്പോഴും അഭിമുഖമായിട്ട് വരികയുള്ളൂ അല്ലെ. ദാറ്റ്സ് വൈ ഓൺലി വൺ ഫേസ് ഓഫ് ദ മൂൺ അപ്പിയേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എർത്ത് ഓൾവേസ്. അപ്പൊ മറക്കാതെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക അല്ലെ. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യന്റെ 2 എക്സാമ്പിൾസ് ആണ് നിങ്ങൾ കണ്ടത് അല്ലെ. ഇതുപോലെ കുറേ എക്സാമ്പിൾസ് നമ്മുടെ പാഠഭാഗത്തുണ്ട് അല്ലെ. അപ്പൊ ലൈവ് ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പൊ മക്കളൊക്കെ എന്ത് ചെയ്യുക, ക്ലാസ് ഒക്കെ കാണാം കേട്ടോ. എന്നിട്ട് നല്ല മാർക്ക് വാങ്ങാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.